നമസ്കാരം. ഈ വരുന്ന മാർച്ച് 3-ാം തീയതി കേരളത്തിൽ നിന്ന് ഏകദേശം 22 ലക്ഷം വിദ്യാർത്ഥികൾ SLC പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. അവർക്ക് മാത്രമല്ല, പരീക്ഷ അഭിമുഖീകരിക്കുന്ന ആർക്കും ഇതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ അവർക്ക് വിജയം, അവരാഗ്രഹിക്കുന്ന വിജയം അവർക്ക് ലഭിച്ചിരിക്കും എന്ന് ഉറപ്പാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഇതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങളുടെ ജീവിത വിജയത്തിന് ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പരീക്ഷയെക്കുറിച്ച് കുട്ടികൾക്കാണേലും മാതാപിതാക്കൾക്കാണേലും അമിതമായ ഭയമോ ആശങ്കയോ അല്ല വേണ്ടത്. പരീക്ഷയെക്കുറിച്ച് ഒരു ഉത്തരവാദിത്വ ബോധം മാത്രമാണ്. കാരണം അമിതമായ ഭയം നമ്മൾക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവിനെ ഇല്ലാതാക്കുന്നു. നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ പരീക്ഷ എന്ന് പറയുന്ന അതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളുക. ഇതിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കുക. മറ്റൊരു കാര്യം, മാതാപിതാക്കളാണെങ്കിലും ചുറ്റുപാടുള്ളവരാണേലും കുട്ടികളോട് പരീക്ഷ ഒരു നെഗറ്റീവ് ചിന്തയാക്കി മാറ്റാതിരിക്കുക. അതായത് ഉദാഹരണത്തിന് അവരോട് സംസാരിക്കുമ്പോൾ അവർ ഈ പരീക്ഷയിൽ തോറ്റാലുണ്ടാകുന്ന നെഗറ്റീവ് കാര്യങ്ങളാണ് കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത്. ഈ പരീക്ഷയിൽ തോറ്റാൽ നിൻ്റെ ഒരു വർഷം നഷ്ടപ്പെടും, അല്ലെങ്കിൽ നീ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ നിനക്ക് അഡ്മിഷൻ കിട്ടില്ല, കഴിഞ്ഞ പരീക്ഷ ഭയങ്കര പാടായിരുന്നു, ഇത്തവണ അതിലും പാടായിരിക്കും. ഇങ്ങനെയുള്ള സംസാരങ്ങൾ മാതാപിതാക്കളും ഇങ്ങനെയുള്ള ചിന്തകൾ കുട്ടികളും തീർച്ചയായും ഒഴിവാക്കണം. ഇതിന് പകരമായി ഈ പരീക്ഷയിൽ വിജയിച്ചാലുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചും ഈ പരീക്ഷയിൽ വിജയിച്ചാൽ അവർക്ക് കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ചും മാത്രം സംസാരിക്കുകയും കുട്ടികൾ അതുമാത്രം ചിന്തിക്കുകയും ചെയ്താൽ അവരുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുക തന്നെ ചെയ്യും. ഈ അവസരത്തിൽ എഡിസൻ്റെ ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം സ്കൂളിൽ നിന്ന് വരുന്ന വഴി അദ്ദേഹത്തിൻ്റെ ടീച്ചർ ഒരു കത്ത് കൊടുത്തു വിട്ടു. അന്ന് വായിക്കാൻ അറിയാവുന്നതുകൊണ്ട് ആ കത്തുമായി വീട്ടിൽ വന്നു. അവൻ്റെ അമ്മ അത് വായിച്ചിട്ട് പറഞ്ഞു, മോനെ, നിന്നെപ്പോലെ ബുദ്ധിവൈഭവമുള്ളൊരു കുട്ടിയെ പഠിപ്പിക്കാൻ അവിടുത്തെ ടീച്ചർമാർക്കോ നിന്നോടൊപ്പം പഠിക്കാൻ അവിടുത്തെ കുട്ടികൾക്കോ യോഗ്യതയില്ലാത്തതുകൊണ്ട് ഇന്നു മുതൽ നീ വീട്ടിലിരുന്ന് പഠിച്ചാൽ മതിയെന്ന്. അങ്ങനെ അദ്ദേഹം വളർന്നു വലിയ മനുഷ്യനായി. നമുക്കറിയാം, ശാസ്ത്രലോകത്തിന് തന്നെ ഒരുപാട് നന്മകൾ അദ്ദേഹം നൽകുകയുണ്ടായി. പിൽക്കാലത്തൊരു ദിവസം ഈ കത്ത് വീണ്ടും കാണുവാൻ ഇടയായി. അപ്പോൾ അദ്ദേഹം അതെടുത്ത് വായിച്ചപ്പോൾ അതിൽ ഇപ്രകാരമായിരുന്നു എഴുതിയിരുന്നത്: ഇത്രയും ബുദ്ധിശൂന്യനായ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ ഇവിടുത്തെ ടീച്ചർമാർക്കോ ഇവനോടൊപ്പം പഠിക്കാൻ ഇവിടുത്തെ കുട്ടികൾക്കോ താല്പര്യമില്ല എന്നായിരുന്നു. കാരണം ഇവനോടൊപ്പം പഠിച്ചാൽ ഇവിടുത്തെ കുട്ടികൾ മന്ദബുദ്ധികളായി പോകും, അതുകൊണ്ട് ഇനി ഈ സ്കൂളിലേക്ക് ഈ കുട്ടിയെ അയക്കരുതെന്നായിരുന്നു ആ കത്തിൽ എഴുതിയിരുന്നത്. നമ്മളൊന്ന് ചിന്തിക്കണം, അന്ന് അദ്ദേഹത്തിൻ്റെ അമ്മ ആ യാഥാർത്ഥ്യമാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇത്രയും വലിയൊരു ശാസ്ത്രജ്ഞനെ നമുക്ക് ശരിക്കും നഷ്ടപ്പെടുമായിരുന്നു. എന്നാൽ അവസരോചിതമായി അദ്ദേഹത്തെ എൻകറേജ് ചെയ്തുകൊണ്ട് ആ അമ്മ സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ വലിയ മനുഷ്യനായി തീരുകയും നമുക്കെല്ലാം വളരെ ഉപകാരങ്ങൾ ചെയ്തു തരികയും ചെയ്തു. ഇതുപോലെയാണ് നമ്മളും ആകേണ്ടത്. ചിന്തിക്കേണ്ടത് നമുക്ക് ആത്മവിശ്വാസം തരുന്ന കാര്യങ്ങൾ മാത്രമാണ്. അല്ലെങ്കിൽ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞുപോയി, ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, ഞാൻ കൃത്യമായി ഇത്രയും ദിവസം പഠിച്ചില്ല, ഇതുപോലുള്ള ചിന്തകളെല്ലാം മാറ്റിവെക്കുക. ഇനിയുള്ള ദിവസങ്ങളെ കൃത്യമായി പ്ലാൻ ചെയ്യുക. ഓരോ വിഷയത്തിനും എത്ര ടൈം, എത്ര ദിവസം എന്ന് കൃത്യമായി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. മാത്രമല്ല, അതോടൊപ്പം തന്നെ അതിൽ കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾക്ക് കൂടുതൽ ടൈം കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകുക. ഇതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് ഒരു ദിവസം 6-7 മണിക്കൂർ ഉറങ്ങാൻ നമ്മൾ തീർച്ചയായും സമയം കണ്ടെത്തിയിരിക്കണം. കാരണം ശരീരത്തിനും മനസ്സിനും കൃത്യമായ വിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും നമുക്ക് ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല, പല കുട്ടികളും ഈ തിരക്ക് കാരണം, പഠിക്കാനുള്ള വ്യഗ്രത കാരണം ഭക്ഷണവും വെള്ളവും ഒക്കെ ഒഴിവാക്കാറുണ്ട്. പക്ഷേ ഇതെല്ലാം ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുകയും കൃത്യമായി വെള്ളം കുടിക്കുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ ബുദ്ധി വളരുക, അല്ലെങ്കിൽ നമുക്കത് ഓർത്തിരിക്കാനുള്ള ആ പവർ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ നമ്മുടെ ബ്രെയിൻ കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ചിത്രങ്ങളുടെ രൂപത്തിലാണ് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ വായിച്ച് പഠിക്കുന്നതിലും കൂടുതൽ എഫക്റ്റീവ് ആകുക നമ്മൾ എഴുതി പഠിക്കുമ്പോഴാണ്. അത് പെട്ടെന്ന് ബ്രെയിൻ ക്യാച്ച് ചെയ്യുകയും അത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കാൻ സാധ്യത കൂടുകയും ചെയ്യുന്നു. അതുപോലെ നമുക്ക് ഓർത്തു വെക്കാൻ പാടുള്ള തീയതികൾ അല്ലെങ്കിൽ ഫോർമുലകൾ, ചിത്രം വരച്ച് അടയാളപ്പെടുത്താനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഒരു വലിയ ചാർട്ട് പേപ്പറിലേക്ക് കുറച്ച് വലുപ്പത്തിൽ എഴുതി നമ്മൾ പഠിക്കാനിരിക്കുന്നിടത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് കാണുന്നിടത്ത് ഒട്ടിച്ചു വെക്കുകയാണെങ്കിൽ ഇത് നിരന്തരമായി കാണുകയും നമുക്കത് പെട്ടെന്ന് ഓർമ്മയിലേക്ക് എത്താൻ സഹായിക്കുകയും ചെയ്യും. ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പലയിടത്തുനിന്നും കേട്ടിട്ടുള്ളതായിരിക്കാം. എന്നാൽ ഇനി ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ
കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം നമ്മൾ പഠിക്കുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ ഏകാഗ്രതമായിരിക്കണം അല്ലേ. അതിന് നമ്മൾ ഈ പഠിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു 5 മിനിറ്റ് ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യും. കാരണം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകും. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക. സിമ്പിളായുള്ള മെഡിറ്റേഷൻ ചെയ്താൽ മതി. മെഡിറ്റേഷനെക്കുറിച്ച് നിങ്ങൾ അറിവില്ലെങ്കിൽ ഞാനൊരു മെഡിറ്റേഷൻ ഇതിൻ്റെ കൂടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിടാം. അത് കേട്ടിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ നിങ്ങൾ മെയിനായിട്ട് ശ്വാസത്തിൽ ശ്രദ്ധിച്ച് ഇരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അതുകൂടാതെ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളൊരു ഗോൾ കാർഡ് സെറ്റ് ചെയ്യണം. ഗോൾ കാർഡ് സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ടെങ്കിലും സിമ്പിളായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു ചെറിയ കാർഡിൽ നിങ്ങൾ എഴുതി ഉണ്ടാക്കുക. അത് വേണമെങ്കിൽ സ്കെച്ച് പേന വെച്ചോ അങ്ങനെ കളർഫുള്ളായിട്ട് എഴുതിയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണ്ട റിസൾട്ട് എന്താണോ അത് നിങ്ങൾ നേടിയതിന് നന്ദി എന്ന് എഴുതുക. അതായത് എനിക്ക് ഈ പരീക്ഷയിൽ ഫുൾ A+ കിട്ടിയതിന് നന്ദി എന്ന് ഒരു വശത്ത് എഴുതുക. അതിൻ്റെ മറുവശത്ത് എനിക്ക് എല്ലാം സാധ്യമാണെന്ന് എഴുതുക. ഇത് കഴിവതും നിങ്ങളുടെ കൂടെ കൊണ്ടു നടക്കുകയും പറ്റുമ്പോഴൊക്കെ ഇതെടുത്ത് ഒന്ന് വായിക്കുകയും ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ്. വേണമെങ്കിൽ ഇത്രയൊരു കാർഡ് നമുക്ക് ഇച്ചിരി വലുപ്പത്തിൽ എഴുതി നമ്മൾ ഈ പറഞ്ഞ മുറിയിൽ നമുക്ക് ഒട്ടിച്ചു വെക്കുകയും ചെയ്യാം. അത് നമ്മൾ നിരന്തരം കാണാനിടയാകുകയും ചെയ്യും. കൂടാതെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അഫ്രിമേഷൻസ് പറയുക എന്നുള്ളതാണ്. അഫ്രിമേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായി പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എത്തുകയും അത് നടപ്പാകുകയും ചെയ്യുന്നതാണ്. അതായത് പോസിറ്റീവായുള്ള കാര്യങ്ങൾ, എനിക്ക് എല്ലാം സാധ്യമാണ്, അതൊരു അഫ്രിമേഷൻസാണ്. അത് നമ്മൾ ഒന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഐ ആം കോൺഫിഡൻറ്റ്, അതുപോലെ എനിക്ക് എല്ലാം മനസ്സിലാകുന്നതിന് നന്ദി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാചകങ്ങൾ പോസിറ്റീവായിട്ട് എഴുതി നിങ്ങളത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം സ്ഥിരമായി പറയുന്ന കാര്യങ്ങൾ ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് ബൈപ്പാസ് ചെയ്യുകയും അത് ഈ പ്രപഞ്ചം നിങ്ങൾക്ക് നടത്തിത്തരികയും ചെയ്യും. അതുപോലെ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിരിക്കുന്ന പോലെ ഗ്രാറ്റിറ്റ്യൂഡ് വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മളെ ഇതുവരെ പഠിപ്പിച്ച കുറേയധികം ടീച്ചർമാരുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, ഇവർക്കെല്ലാം നമ്മൾ ഹൃദയത്തിൽ നിന്ന് നന്ദി അർപ്പിക്കണം. അപ്പോൾ നമ്മൾ വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യണം. നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ എല്ലാ ഉത്തരങ്ങളും നമുക്ക് അറിയാവുന്നതും നമ്മൾ പേപ്പറിൽ കൃത്യമായി എഴുതുന്നതും റിസൾട്ട് വരുമ്പോൾ നമുക്ക് വേണ്ട റിസൾട്ട് ഫുൾ A+ ആണെങ്കിൽ ഫുൾ A+ ആയിട്ട് നമ്മളതിനെ വിഷ്വൽ ചെയ്യുക. ആ വിഷ്വൽ ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിച്ചിരിക്കും. ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം തീർച്ചയായും നേടിയിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുകയും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ എഴുതുകയാണെങ്കിൽ കൃത്യമായി അതിന് മറുപടി ലഭിക്കുന്നതുമാണ്. എല്ലാവർക്കും വളരെ നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.